മാധ്യമങ്ങളെ കണ്ട് സ്ഥാനത്ത് തുടരും, അത് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും പാർട്ടിക്ക് തരണം എന്ന് വിശദീകരിച്ച കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഏറ്റവും സുപ്രധാനമായ വാർത്ത, കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കോടിയേരിയുടെ രാജി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. A. വിജയരാഘവൻ പുതിയ സംസ്ഥാന സെക്രട്ടറിയാകും. വലിയ മാറ്റം നേതൃതലത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് കാരണം? കോടിയേരിയുടെ ആരോഗ്യപരമായ വിഷയങ്ങളുണ്ട്, മകനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. ഏത് കാരണത്താലാണ് ഇപ്പോൾ അദ്ദേഹം സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നത്? പാർട്ടി അക്കാര്യം എങ്ങനെ വിശദീകരിക്കുന്നു എന്നത് വലിയ പ്രാധാന്യം. പ്രധാനപ്പെട്ട വാർത്ത, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി സ്ഥാനത്ത് മാറി നിൽക്കുന്നു. CPMന്റെ വാർത്താക്കുറിപ്പ് ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നു. തുടർ ചികിത്സ ആവശ്യമായതിനാൽ സെക്രട്ടറി ചുമതലയിൽ നിന്ന് അവധി അനുവദിക്കണമെന്ന കോടിയേരിയുടെ ആവശ്യം സംസ്ഥാന സെക്രട്ടറി അംഗീകരിച്ചു. ഇതാണ് CPMന്റെ വാർത്താക്കുറിപ്പ്. അല്പസമയം മുമ്പാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സമാപിച്ചത്. അതിൽ പാർട്ടി സെക്രട്ടറി ചുമതല ഇടതുമുന്നണി കൺവീനർ A. വിജയരാഘവന് കൈമാറാനും CPM തീരുമാനമെടുത്തിരിക്കുന്നു. വളരെ നിർണായകമായ വാർത്ത. ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ മാറി നിൽക്കുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ CPM ആ വാർത്ത പൂർണ്ണമായും തള്ളുകയായിരുന്നു. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ പോലും ആ വാർത്ത തള്ളിപ്പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇന്ന് വളരെ നിർണായകമായ തീരുമാനം പുറത്തു വന്നിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് മാറുകയാണ്. പകരം ചുമതല ഇടതുമുന്നണി കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ A. വിജയരാഘവനാണ് നൽകിയിരിക്കുന്നത്. CPM വലിയ പ്രതിസന്ധിയിൽ മാറിയിരിക്കുന്നു. പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെയുള്ള ആരോപണങ്ങൾ CPMനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു. ആ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കോടിയേരി ബാലകൃഷ്ണൻ മാറി നിൽക്കണമെന്ന അഭിപ്രായമാണ്. പാർട്ടിയിൽ അത്തരമൊരു ചർച്ച വന്നില്ലെങ്കിൽ പോലും കോടിയേരി നേതൃത്വത്തോട് അങ്ങോട്ട് ആ കാര്യം ആവശ്യപ്പെട്ടതാണ്. ആ തീരുമാനം ഇപ്പോൾ പാർട്ടി അംഗീകരിച്ചിരിക്കുന്നു. ബിനീഷ് കോടിയേരി വീണ്ടും പരപ്പന അഗ്രഹാര ജയിലിലാണ്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഇത്തരം വലിയൊരു ഗുരുതരമായ പ്രതിസന്ധിയിൽപ്പെടുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് പാർട്ടി രക്ഷയുള്ള ഏറ്റവും നല്ല മാർഗമായി കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ച്. നമുക്കറിയാം, CPMന്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെടുന്ന നേതാവ് കൂടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ. വലിയ പ്രതിസന്ധി വരുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് ആ പ്രതിസന്ധികളെ അതിജീവിച്ച നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. പക്ഷേ ഇപ്പോൾ ഉയർന്ന പ്രതിസന്ധി കോടിയേരിക്ക് മാറി നിൽക്കേണ്ട ആ സാഹചര്യം വന്നിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയ ജീവിതം വളരെ താഴെ തട്ടിൽ, അതായത് പാർട്ടിയുടെ പ്രാദേശിക ഘടകത്തിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. 1970 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നു. 73 മുതൽ 79 വരെ SFIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, പിന്നീട് അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, അതായത് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ തുടങ്ങി SFIയുടെ അഖിലേന്ത്യാ നേതാവായി മാറുന്നു. 80 മുതൽ 82 വരെ DYFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, തലശ്ശേരിയിൽ ലോറി ഡ്രൈവേഴ്സ് ആൻഡ് ക്ലീനേഴ്സ് യൂണിയൻ സെക്രട്ടറി. അങ്ങനെ പടിപടിയായി ഉയർന്നു വന്ന നേതാവാണ്. പാർലമെന്റ് രംഗത്തും വ്യക്തിമുദ്ര പതിച്ച 2006 VS സർക്കാരിൽ ആഭ്യന്തര വകുപ്പ്, VS അച്യുതാനന്ദൻ എന്ന പ്രബലനായ മുഖ്യമന്ത്രി ഉള്ളപ്പോൾ ആഭ്യന്തര വകുപ്പ് പാർട്ടി വിശ്വസിച്ചേൽപ്പിച്ചത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അന്ന് പിണറായി ഗ്രൂപ്പിന്റെ സംസ്ഥാനത്തെ ശക്തനായ വക്താവായി കൂടി മാറിയ നേതാവ്. അത്തരത്തിൽ CPMലെ രാഷ്ട്രീയ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും പിണറായിക്കൊപ്പം നിന്ന് പാർട്ടി വിഭാഗീയതയുടെ കടുത്ത നാളുകളുടെ കടന്നു പോകുമ്പോൾ ശക്തമായി പിണറായിക്കൊപ്പം നേതാവ് കൂടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ. അതിൻ്റെ ഒരു പ്രതിഫലം എന്ന രീതിയിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പടിപടിയായുള്ള ഉയർച്ച. 2008 മുതൽ CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. 2015 ആലപ്പുഴ പാർട്ടി സമ്മേളനത്തിലാണ്, ഫെബ്രുവരി 23 ചേർന്ന ആലപ്പുഴ സമ്മേളനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി വരുന്നത്. ആലപ്പുഴ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി കഴിഞ്ഞ തൃശൂർ സമ്മേളനത്തിലും സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയായിരുന്നു. അരുൺ, ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സ്ഥാനമൊഴിയുന്നു എന്ന് മാത്രമാണോ സൂചിപ്പിക്കുന്നത്? കോടിയേരി സ്ഥാനമൊഴിയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ച കാരണങ്ങൾ പ്രധാനമായും ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണോ? പക്ഷേ പാർട്ടി ഇനി പുറത്ത് വിശദീകരിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് മാത്രമായിരിക്കുമോ? തീർച്ചയായും വാർത്താക്കുറിപ്പ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. CPMന്റെ വാർത്താക്കുറിപ്പ് ഇപ്രകാരമാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തുടർ ചികിത്സ ആവശ്യമായതിനാൽ സെക്രട്ടറി ചുമതലയിൽ നിന്ന് അവധി അനുവദിക്കണമെന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടറി മുമ്പാകെ വെച്ചു. ആ അപേക്ഷ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറും കൂടിയായ A. വിജയരാഘവൻ വഹിക്കും. നേരത്തെ കോടിയേരി ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയിരുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് അവധി അദ്ദേഹം അപേക്ഷിച്ചതാണ്. പക്ഷേ അന്ന് പാർട്ടി അത് അനുവദിച്ചില്ല. പകരം ചികിത്സയിലാണെങ്കിൽ പോലും, വിദേശത്ത് അമേരിക്കയിൽ ചികിത്സയിലാണെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ പാർട്ടി നിർദ്ദേശിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നു. പിന്നീട് കഴിഞ്ഞ വർഷം മൂത്ത മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ഉയർന്ന ആരോപണം, ആ ആരോപണ സമയത്തും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഒഴിയാനുള്ള സന്നദ്ധത കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയെ അറിയിച്ചതാണ്. പക്ഷേ
അപ്പോഴും പാർട്ടി കോടിയേരിക്ക് ഒപ്പം നിന്നു. മകൻ ചെയ്ത തെറ്റിന് അച്ഛനെ ശിക്ഷിക്കുന്നത് ശരിയല്ല. അത് അങ്ങനെ അപ്പോൾ ഒരു മാനുഷികമായ പരിഗണന കൂടി കോടിയേരിക്ക് CPM നൽകിയെന്നും മനസ്സിലാക്കേണ്ടതാണ്. കാരണം അദ്ദേഹം അന്ന് ഒരു രോഗത്തിന്റെ പിടിയിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി മാറ്റിയാൽ മാനസികമായി കൂടി അദ്ദേഹത്തിന് വലിയ ആഘാതമാകും. അതുകൊണ്ട് അന്ന് CPM നേതൃത്വം തീരുമാനമെടുത്തത് കോടിയേരി തന്നെ തുടരട്ടെ എന്നാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് CPM പോയി. പാർട്ടി സെക്രട്ടറിയുടെ മകൻ അനധികൃത സ്വത്ത് സമ്പാദനം. CPM നേതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ പാർട്ടി നിർദ്ദേശിക്കുന്ന ജീവിത രീതിയുണ്ട്, ജീവിതക്രമമുണ്ട്. പാർട്ടി പ്ലീനങ്ങളും അതുപോലെ പാർട്ടി കോൺഗ്രസും ഒക്കെ അംഗീകരിച്ച രേഖയുണ്ട്. ആ രേഖയ്ക്ക് പുറത്തേക്ക് കോടിയേരി കുടുംബം പോകുന്നുവെന്ന ആരോപണം വളരെ കാലമായി ഉണ്ട്. 2006 കോടിയേരി ആഭ്യന്തരമന്ത്രിയായി VS സർക്കാർ വന്ന കാലം മുതൽ അത്തരം ആരോപണം ശക്തമാണ്. പക്ഷേ അപ്പോഴൊക്കെയും പാർട്ടി അദ്ദേഹത്തിനൊപ്പം നിന്നു. ഈ അവസാന നിമിഷം ബിനീഷ് കോടിയേരി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിലാകുമ്പോൾ പോലും CPM പൂർണ്ണമായും കോടിയേരി പിന്തുണച്ചാണ് രംഗത്ത് വന്നത്. പക്ഷേ സംസ്ഥാനം വളരെ പ്രധാനമായ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. രാജ്യത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമുള്ള ഏക സംസ്ഥാനമാണ് കേരളം. അത് തുടർഭരണ സാധ്യതയെ ബാധിക്കും. അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നത് പാർട്ടിയുടെ സർക്കാരിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുമെന്ന അഭിപ്രായം CPM-നുള്ളിൽ തന്നെയുണ്ട്. അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM വളരെ നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. കോടിയേരി ബാലകൃഷ്ണൻ തൽക്കാലം മാറി നിൽക്കും. അത് അദ്ദേഹത്തിന്റെ അവധി അപേക്ഷ പരിഗണിച്ച് തന്നെയാണ് CPM തീരുമാനമെടുക്കുന്നത്. കോടിയേരിയെ പാർട്ടി പൂർണ്ണമായും തള്ളിപ്പറയുകയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം തൽക്കാലം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് മാറി നിൽക്കുകയാണ്. ഇനിയും ഒരു ടേം കൂടി അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് CPM-ന്റെ പുതുക്കിയ ഭരണഘടന പ്രകാരം തുടരാൻ കഴിയും. കാരണം 2 സമ്മേളനങ്ങളാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി വന്നത്. ഒരു തവണ കൂടി സ്വാഭാവികമായി അദ്ദേഹത്തെ തുടരാനുള്ള സമയമുണ്ട്. പക്ഷേ അതിനു മുൻപേ കുടുംബപരമായ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്ക് മുന്നിലുള്ളത്. കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അത് സംബന്ധിച്ച് ഇപ്പോഴാണ് തീരുമാനമുണ്ടായത്. വിജയരാഘവനായിരിക്കും പുതിയ സംസ്ഥാന സെക്രട്ടറി. CPM തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കടക്കുമ്പോൾ അതിപ്രധാനമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് പകരം വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടറിയാകും. സമീപകാലത്ത് ഉയർന്ന വിവാദങ്ങളെല്ലാം ചേർത്താണ് നേരത്തെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനമൊഴിയാം എന്ന സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് വിവരം. പക്ഷേ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി പോയിരുന്നില്ല. ഇപ്പോൾ കോടിയേരിയുടെ കൂടെ സന്നദ്ധത പരിഗണിച്ചാണ് പാർട്ടി അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിജയരാഘവന് പകരം ചുമതല. വിവരങ്ങൾ നൽകുന്നത് BV അരുണാണ്. അരുൺ, വളരെ പെട്ടെന്നായിരുന്നല്ലോ തീരുമാനം. നേരത്തെ തന്നെ സംസ്ഥാന നേതൃയോഗങ്ങൾ നേരത്തെ നടന്നിരുന്നു. പക്ഷേ അന്നും കോടിയേരി ബാലകൃഷ്ണൻ തുടരും എന്ന കാര്യമായിരുന്നു പാർട്ടി പുറത്തു പറഞ്ഞിരുന്നത്. ഇപ്പോഴെന്താണ് ഉണ്ടായിരിക്കുന്നത്? CPM-ന്റെ വാർത്താക്കുറിപ്പ് പറയുന്നത് ഇപ്രകാരമാണ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിക്ക് അവധി അപേക്ഷ നൽകി. ആ അപേക്ഷ പാർട്ടി അംഗീകരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി യോഗം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. ആ യോഗമാണ് ഇത്തരമൊരു വാർത്താക്കുറിപ്പ്. അതിനുശേഷമാണ് വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വിജയരാഘവന്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഇടതുമുന്നണി കൺവീനറാണ്. വിജയരാഘവന് സംസ്ഥാന സെക്രട്ടറി ചുമതല പാർട്ടി കൈമാറിയിരിക്കുന്നു. നേരത്തെ പല പേരുകൾ ഉയർന്നേക്കേണ്ടതാണ്. MV ഗോവിന്ദൻ, കോടിയേരി മാറുന്നാൽ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആകുമെന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അത്തരം വിലയിരുത്തലുണ്ടായിരുന്നു. EP ജയരാജൻ, മറ്റു കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജന്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് മാറി നിൽക്കാൻ സന്നദ്ധ അറിയിച്ചതാണ്. അതിനു മുമ്പ് അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോഴും ആ സന്നദ്ധ അറിയിച്ച അന്നൊക്കെ CPM അത് അനുവദിച്ചില്ല. അന്ന് EP ജയരാജന്റെ പേരായിരുന്നു പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടത്. പക്ഷേ ഇപ്പോൾ മറിച്ച് തീരുമാനമുണ്ടായിരിക്കുന്നു. വിജയരാഘവനെ CPM-ന്റെ താൽക്കാലിക സംസ്ഥാന സെക്രട്ടറിയായി സംസ്ഥാന സെക്രട്ടറി അംഗീകരിച്ചിരിക്കുന്നു. സ്വാഭാവികമായും കോടിയേരി ബാലകൃഷ്ണൻ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റിയുടെയും പോളിറ്റ് ബ്യൂറോയുടെയും ഒക്കെ സമ്മതത്തോടു കൂടിയാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി BV അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. ഒറ്റ വരി മാത്രമാണ്, ഒരു വാചകം മാത്രമാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ടുള്ള അറിയിപ്പിൽ CPM വാർത്താക്കുറിപ്പിൽ നൽകിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിക്കുന്ന പത്രക്കുറിപ്പ് CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണന് തുടർ ചികിത്സ ആവശ്യമായതിനാൽ സെക്രട്ടറി ചുമതലയിൽ നിന്നും അവധി അനുവദിക്കണമെന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. സെക്രട്ടറിയുടെ ചുമതല വിജയരാഘവൻ നിർവഹിക്കുന്നതാണ് എന്ന് 2 വാചകങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളത്. വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമൊഴിയുന്നു. ഇത് BV അരുൺ, വലിയ രാഷ്ട്രീയമായ ചർച്ചകൾക്ക് സ്വാഭാവികമായിട്ടും ഇടം വെക്കുന്നൊരു കാര്യമല്ലേ ഇത്? ഇതുവരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്ന നിലക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന അതായത് രാഷ്ട്രീയ എതിരാളികൾക്ക് ആ നിലക്ക് ആയുധമാകുന്നൊരു നിലപാടായിരിക്കുകയില്ലേ ഇത്? അക്കാര്യം സംശയിക്കുന്നില്ലേ പാർട്ടി? എന്തുകൊണ്ടായിരിക്കണം ഈ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിലും കോടിയേരി ബാലകൃഷ്ണന്റെ ആവശ്യം അംഗീകരിച്ച്
എന്നാണ് പാർട്ടി പറയുന്നത്. ആ നിലക്ക് കോടിയേരി ആ സ്ഥാനത്ത് നിന്ന് മാറുന്നത് എന്തുകൊണ്ടായിരിക്കണം? സനീഷ്, കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് മാറി നിൽക്കണമെന്ന് തുടർച്ചയായി ആവശ്യപ്പെട്ടത് പ്രതിപക്ഷവും BJPയുമാണ്. CPM-ൽ അത്തരം ഒരു ആവശ്യം ഉയർന്നു വന്നില്ല. അപ്പോഴും CPM എന്നെ പ്രതിരോധിച്ചത് പാർട്ടി നേതാക്കളുടെ കുടുംബാംഗങ്ങൾ സ്വകാര്യ വ്യക്തികളാണ്. അവർക്ക് വ്യക്തികൾ ചെയ്യുന്ന ഒരു കുറ്റത്തിന് പാർട്ടി നേതാക്കൾ മറുപടി പറയേണ്ട ബാധ്യതയില്ല, കാര്യവുമില്ല. പക്ഷേ തുടർച്ചയായി ഇത്തരം ആരോപണങ്ങൾ അതും കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ. അത് തീർച്ചയായും CPM-നെ കാലാകാലങ്ങളിൽ വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. വ്യക്തികൾ പ്രായപൂർത്തിയായ വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ മകനെന്ന് പറയുമ്പോൾ പോലും അതിന് മറുപടി പറയേണ്ടി വരുന്നത് CPM-ആണ്. നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ 1.5 മാസം മുമ്പ് വരെ താമസിച്ചിരുന്നത് കഴിഞ്ഞയാഴ്ച എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഒരു ദിവസം രാത്രിയും പകലും മുഴുവൻ സമയം പരിശോധന നടത്തിയ കോടിയേരി എന്ന വീട്ടുപേരുള്ള വീട്ടിലാണ്. അവിടെയാണ് കോടിയേരി താമസിച്ചിരുന്നത്. ബിനീഷ് കോടിയേരിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ശക്തമാവുകയും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് കോടിയേരി ഏതാണ്ട് 1.5 മാസം മുമ്പ് സെക്രട്ടറി അംഗങ്ങൾക്ക് വേണ്ടി പാർട്ടി പണി കഴിപ്പിച്ചിട്ടുള്ള AK സെന്റർ എതിർവശത്തെ ഫ്ളാറ്റിലേക്ക് മാറിയത്. സ്വാഭാവികമായും അപ്പോഴും പാർട്ടി തന്നെയാണ് ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ED ഉദ്യോഗസ്ഥർ റെയ്ഡ് നടക്കുമ്പോഴും പ്രതിരോധത്തിലായത്. എവിടെ നിന്ന് ഇത്രയും അധികം സമ്പാദ്യം ബിനീഷ് കോടിയേരിക്കുണ്ടായി? ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്രയും അധികം ചോദ്യം ചെയ്യാനും തെളിവുകൾ നിർത്താനും തക്ക സമ്പാദ്യം എങ്ങനെ ബിനീഷ് കോടിയേരിക്കുണ്ടായി? അങ്ങനെ സമ്പാദ്യം ഉണ്ടായെങ്കിൽ അതെന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ അറിഞ്ഞില്ല? CPM നേതാക്കൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക്, നേതാക്കൾക്ക് മാത്രമല്ല കുടുംബാംഗങ്ങളും അവരുടെ സ്വത്ത് വിവരം കൃത്യമായി പാർട്ടിയെ കാലാകാലം വർഷാവർഷം അറിയിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ബിനീഷിന്റെ കാലത്ത് അതുണ്ടായില്ല? ഈ ചോദ്യത്തിന് തീർച്ചയായും മറുപടി പറയേണ്ടത് കോടിയേരി ബാലകൃഷ്ണൻ കൂടിയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനെ CPM അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ജനകീയനായ നേതാക്കൾ ഒരാളെന്ന് കണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുമ്പോഴും ഇത് മറുപടി പറയാൻ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ കൂടി പാർട്ടിക്കുള്ളിൽ ഇത് മറുപടി പറയാൻ CPM നേതൃത്വവും ബാധ്യസ്ഥരായി തീർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ കോടിയേരിയെ സെക്രട്ടേറിയറ്റ് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട തരത്തിൽ ഒരു കാരണവശാലും അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കാൻ CPM ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അത്തരമൊരു മാറി നിൽക്കാനുള്ള ആവശ്യം കോടിയേരി പാർട്ടി സെക്രട്ടറി ഉന്നയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അതിന് മാറി നിൽക്കാൻ അവസരം അരുൺ, ആ തരത്തിലുള്ള വിശദാംശങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഒരു ചോദ്യമുള്ളത്, എന്തുകൊണ്ടാണ് വിജയരാഘവൻ എന്നൊരു ചോദ്യം വരും സ്വാഭാവികമായിട്ടും. മറ്റു പല നേതാക്കളുടെയും പേര്, EP ജയരാജൻ തൊട്ട് MV ഗോവിന്ദൻ മാസ്റ്റർ തൊട്ട് പല ആളുകളുടെയും പേര് കോടിയേരി ബാലകൃഷ്ണൻ മാറുകയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് വിജയരാഘവനിലേക്ക് എത്തിയത്? വിജയരാഘവൻ സെക്രട്ടറി ഇതൊരു താൽക്കാലിക ചുമതല വഹിക്കലായിരിക്കുമോ, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന് ശേഷം വിജയരാഘവൻ തന്നെ സെക്രട്ടറി എന്ന നിലക്കാണോ നമ്മൾ കാണേണ്ടി വരിക? അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സാർത്ഥമാണ് മാറി നിൽക്കുന്നത്. ചികിത്സയ്ക്ക് സമയമെടുക്കും. ആ ചികിത്സ പൂർത്തിയാക്കേണ്ടതുണ്ട്. അടുത്ത സമ്മേളന കാലയളവ് വരെ സ്വാഭാവികമായും വിജയരാഘവൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തുടരാനാണ് ഇപ്പോഴത്തെ സാധ്യത. സമ്മേളനം ഈ ഡിസംബറിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കേണ്ടതായിരുന്നു. തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ സമ്മേളനങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ CPM സമ്മേളന നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അതുവരെ ഒരു പക്ഷേ വിജയരാഘവൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി തുടരും. അങ്ങനെയെങ്കിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് മറ്റാരെങ്കിലും വരുമോ എന്ന കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. നേരത്തെ സനീഷ് സൂചിപ്പിച്ച പോലെ കോടിയേരി ബാലകൃഷ്ണൻ മാറിയാൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടുന്ന പേരുകൾ ഏറ്റവും പ്രധാനം താൽക്കാലികമായുള്ളൊരു നടപടി എന്ന നിലക്ക് കണ്ടാൽ മതിയാകുമോ? അവരുടെ വാചകം തുടർ ചികിത്സ ആവശ്യമായതിനാൽ സെക്രട്ടറി ചുമതലയിൽ നിന്നും അവധി അനുവദിക്കണമെന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു എന്നാണ്. സെക്രട്ടറിയുടെ ചുമതല വിജയരാഘവൻ നിർവഹിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അവധിയാണിത്, ചുമതല നിർവഹിക്കുകയാണ് വിജയരാഘവൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു താൽക്കാലിക മാറ്റം മാത്രമാണ്, ചികിത്സാർത്ഥമുള്ളൊരു താൽക്കാലിക മാറ്റം മാത്രമാണ് എന്നായിരിക്കില്ലേ പാർട്ടി വിശദീകരിക്കുക? അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. പാർട്ടിയുടെ വാർത്താക്കുറിപ്പും അപ്രകാരം തന്നെയാണ് പറയുന്നത്. വിജയരാഘവൻ കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സ ആവശ്യം അതിനാൽ സെക്രട്ടറി ചുമതല അവധി അനുവദിക്കാൻ ആവശ്യപ്പെട്ടു. ആ അവധിയാണ് പാർട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സെക്രട്ടറിയുടെ ചുമതല വിജയരാഘവൻ നിർവഹിക്കും. പക്ഷേ എത്ര കാലത്തേക്കാണ് ഈ അവധി എന്ന കാര്യത്തിലും സെക്രട്ടേറിയറ്റ് കൃത്യമായൊരു വിശദീകരണം നൽകുന്നില്ല. സ്വാഭാവികമായും അടുത്ത സമ്മേളന കാലയളവ് വരെ, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സ പൂർത്തിയാക്കി തിരിച്ചു വരുന്നത് വരെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം രക്ഷ നേടുന്നവരെ സ്വാഭാവികമായും അടുത്തെങ്ങും അത്തരമൊരു കാര്യം പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം കേന്ദ്ര ഏജൻസികൾ ബിനീഷിന് ചുറ്റുമുണ്ട്. ബിനീഷ് ഇപ്പോൾ ജയിലിലാണ്. ബിനീഷിന്റെ സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമ്മേളന കാലയളവിലെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ മാറി നിൽക്കേണ്ടി വരും. പിന്നീട് അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്ന കാര്യമൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും സാധാരണഗതിയിൽ ഒരു തവണ കൂടി അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം തുടരാൻ കഴിയുമായിരുന്നു. 2015 ആലപ്പുഴ പാർട്ടി സമ്മേളനത്തിലാണ്, സംസ്ഥാന സമ്മേളനത്തിലാണ് കോടിയേരി CPM-ന്റെ
സംസ്ഥാന സെക്രട്ടറി ആകുന്നത്. പിണറായി വിജയൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് കോടിയേരിക്ക് ആ പദവി ലഭിക്കുന്നത്. തൊട്ടു പിന്നാലെ കഴിഞ്ഞ തൃശൂർ സമ്മേളനത്തിലും കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനം തുടർന്നു. വി അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. ഞാൻ അരുൺ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനം, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞിരിക്കുന്നു. അതൊരു താൽക്കാലികമാണോ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അവധി അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് അവധി അനുവദിച്ചിരിക്കുന്നു എന്നാണ് പാർട്ടി നൽകിയിരിക്കുന്ന വിശദീകരണം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിക്കുന്ന പത്രക്കുറിപ്പ് ഇപ്രകാരമാണ്. 2 വാചകങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണന് തുടർ ചികിത്സ ആവശ്യമായതിനാൽ സെക്രട്ടറി ചുമതലയിൽ നിന്നും അവധി അനുവദിക്കണമെന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. സെക്രട്ടറിയുടെ ചുമതല A. വിജയരാഘവൻ നിർവഹിക്കുന്നതാണ്. ഇതാണ് ഈ 2 വാചകങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. അതായത് അവധി അനുവദിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചു, ചുമതല അദ്ദേഹത്തിൻ്റെ ചുമതല A. വിജയരാഘവൻ നിർവഹിക്കുന്നതാണ് എന്നാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്നു. അത് പക്ഷേ അവധി അദ്ദേഹം ചോദിച്ചതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള മാറ്റമാണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്ന നിലയാണുള്ളത്. അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഇനി ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന A. വിജയരാഘവൻ മാധ്യമങ്ങളെ നേരിട്ട് കാണുമായിരിക്കും. അത് അങ്ങനെയായിരിക്കും വരിക. അദ്ദേഹത്തിൻ്റെ ചുമതല A. വിജയരാഘവൻ നിർവഹിക്കുന്നതാണെന്നാണ്. ഇപ്പോൾ സതീഷ് കൂടെ നമ്മോടൊപ്പം ചേരുന്നു. സതീഷ് കുമാർ കൂടെ ചേരുന്നു. സതീഷ്, ഇവിടെ അസാധാരണമായ ഒരു സാഹചര്യമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അതായത് CPM-ന്റെ കേരളത്തിലെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മകൻ്റെ നേരെ ഉണ്ടായിരിക്കുന്ന കേസും മറ്റ് കാര്യങ്ങളുമൊക്കെ വന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു എന്നത് അസാധാരണമായ ഒരു സാഹചര്യമല്ലേ? പാർട്ടി എങ്ങനെയാകും ഇതിനെ വിശദീകരിക്കുക? സനീഷ്, എന്തായാലും ഇപ്പോൾ ഈ നമുക്കുണ്ടായിരിക്കുന്ന സംശയം, അതായത് അദ്ദേഹത്തിന് അവധിക്ക് അനുമതി നൽകിയിരിക്കുന്നു എന്ന് പാർട്ടി തന്നെ പറയുന്നു. തീർച്ചയായും അത്തരത്തിലല്ലാതെ മറ്റൊരു വിശദീകരണം ഇപ്പോൾ CPM-നും അതുപോലെ തന്നെ CPM-ന് നൽകാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. കാരണം അവധിയല്ലാതെ സ്ഥാനമൊഴിയുന്ന ഒരവസ്ഥ, രാജിവെക്കുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ഈ അവധിക്കുള്ള അപേക്ഷ, അതായത് ചികിത്സയ്ക്കായി അവധി വേണം എന്നുള്ള അപേക്ഷ ഒത്തിരി മുൻപ് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ നൽകിയതാണ്. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ സമയത്ത് തന്നെ അത്തരത്തിലുള്ള ഒരു അപേക്ഷയോ അല്ലെങ്കിൽ നിർദ്ദേശമോ അത് കോടിയേരി പാർട്ടിക്ക് മുന്നിൽ വെച്ചതാണ്. എന്നാൽ അന്ന് പാർട്ടി പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ അവധി അപേക്ഷ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന് വളരെ കൃത്യമായ പാർട്ടി എത്രമാത്രം വലിയ ഒരു പ്രതിസന്ധിയിലാണ് നിലവിലുള്ളത് എന്നത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. കാരണം നമ്മൾ കേന്ദ്ര നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിന് 2 ഫലങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, കോടിയേരി ഈ നിലയിൽ തന്നെ തുടരുകയാണെങ്കിൽ, സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തന്നെ തുടരുകയാണെങ്കിൽ ഇനി പഞ്ചായത്ത് ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുന്നു. അത് കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ വരുന്നു. നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സമയത്ത് ബിനീഷ് കോടിയേരിക്കെതിരെ കൂടുതൽ നടപടികളോ അല്ലെങ്കിൽ കൂടുതൽ കണ്ടെത്തലുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നടപടി എന്ന് വരുമ്പോൾ തീർച്ചയായും അത് കോടിയേരി ബാലകൃഷ്ണൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. പാർട്ടി സെക്രട്ടറിയുടെ മകൻ തന്നെ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ നിർബന്ധിതമായി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പാർട്ടി പോകുന്ന ഒരു അവസ്ഥയിലെത്താം. അതുകൊണ്ട് അതിനെല്ലാം മുൻപ് തന്നെ, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തൽക്കാലത്തേക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക, അതിനുള്ള ഒരു പോംവഴി എന്ത് എന്ന് പാർട്ടി ആലോചിക്കുകയും കേന്ദ്ര നേതാക്കളുമായി അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലും അതുപോലെ പോളിറ്റ് ബ്യൂറോയിലും എല്ലാം ഇത് സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ നടന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു നിർദ്ദേശമാണ് അവധി അംഗീകരിക്കുക എന്നുള്ളത്. തീർച്ചയായും അവധി അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു താൽക്കാലിക ആവശ്യമാണ്, അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ അവധി അപേക്ഷിച്ചിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഒരു വിശദീകരണത്തിനുള്ള സമയമുണ്ടാകും. മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ രീതിയിൽ കുറച്ചുകൂടി പ്രതിസന്ധികളെ മറികടക്കാം എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. സതീഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ ആരോഗ്യാവസ്ഥ അദ്ദേഹത്തിന് നേരത്തെ കുറെ മോശമായിരുന്നല്ലോ, രോഗം കുറെ മോശമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്കയിൽ പോയി ചികിത്സിച്ച ശേഷം പക്ഷേ അദ്ദേഹം ആരോഗ്യാവസ്ഥ പഴയതുപോലെ തന്നെ നല്ല നിലയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വാർത്താ സമ്മേളനത്തിലും മറ്റുമൊക്കെ കാണുമ്പോൾ അദ്ദേഹം പഴയ അസുഖമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നുവല്ലോ. അതുകൊണ്ട് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ചികിത്സ തേടിയിട്ട് ചികിത്സാർത്ഥമാണ് ഈ അവധി എന്നത് ഒരുപക്ഷെ പാർട്ടി അങ്ങനെ ഒരു സൗകര്യത്തിന് വേണ്ടി പറയുന്നതായിരിക്കണം അല്ലേ? അതായത് അദ്ദേഹത്തിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല നിർവഹിക്കാൻ കഴിയാത്ത വിധമുള്ള അസുഖാവസ്ഥ ഇപ്പോഴില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായും അതിൻ്റെ കൃത്യമായ കാരണം സതീഷ് പറഞ്ഞു തന്നെയാണ്. CPM-ന് ഒരു കാരണവശാലും പാർട്ടി സെക്രട്ടറി ഇത്തരം ആരോപണങ്ങളുടെ നിഴൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം കുടുംബം അത്തരം ആരോപണങ്ങൾ നിഴൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ മാറ്റി എന്ന് CPM-ന് പറയാൻ കഴിയില്ല. കോടിയേരി ബാലകൃഷ്ണൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമ്പോഴും അന്ന് പാർട്ടി ചുമതല നൽകിയത് പാർട്ടി സെൻറ്ററിനാണ്. അന്ന് MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ, ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കൾക്കാണ് പാർട്ടി സെൻറ്ററിനായിരുന്നു CPM-ന്റെ ദൈനംദിന പ്രവർത്തന ചുമതല നൽകിയത്. സ്വാഭാവികമായും അതിൽ കവിഞ്ഞ അസുഖം ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. സ്വാഭാവികമായും സനീഷ് സൂചിപ്പിച്ച പോലെ അതിനേക്കാൾ ആരോഗ്യവാനായാണ് അദ്ദേഹത്തെ കാണപ്പെടുന്നത്.
അസുഖം വന്ന ആദ്യഘട്ടങ്ങളിലെ പോലെ അല്ല കോടിയേരി ഇപ്പോൾ. കഴിഞ്ഞ വാർത്താ സമ്മേളനങ്ങളൊക്കെ വളരെ സാധാരണ നിലയിൽ നേരത്തെയൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ പോലെ തന്നെയാണ് കോടിയേരിയുടെ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ പുറത്തേക്കെങ്കിലുമുള്ള ആരോഗ്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മാറ്റത്തിന് കാരണം തീർച്ചയായും പാർട്ടി അകപ്പെട്ടിരിക്കുന്ന സമാനതകളില്ലാത്ത പ്രതിരോധം തന്നെയാണ്, സമാനതകളില്ലാത്ത പ്രതിസന്ധി തന്നെയാണ്. സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഇത്തരത്തിൽ മറ്റൊരു സംസ്ഥാനത്ത്, അതും അനധികൃത സ്വത്ത് സമ്പാദനം, അവിടെ നിന്ന് അന്വേഷണ സംഘം എത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ യാത്ര മനസ്സിലാക്കുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. അത്തരം കാര്യങ്ങളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ കുറ്റാരോപിതനാകുമ്പോൾ തീർച്ചയായും നേരിട്ടത് ബാധിക്കുന്നത് CPM-നെ തന്നെയാണ്. ഇതൊരു തിരഞ്ഞെടുപ്പ് കാലമല്ലാതെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു നടപടിയിലേക്ക് CPM കടക്കുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആഴ്ചകൾക്കപ്പുറം സംസ്ഥാന തദ്ദേശ തിരഞ്ഞെടുപ്പാണ്, മാസങ്ങൾക്കപ്പുറം നിയമസഭാ തിരഞ്ഞെടുപ്പും. ആ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പൊതുജനങ്ങളെ, പാർട്ടി അണികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. പാർട്ടി നേതൃത്വത്തിലെ ധാർമ്മികമായിട്ടുള്ള ഒരു നില പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇപ്പോഴങ്ങനെയൊരു തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സതീഷ്, ഇവിടെ ഈ നമ്മൾ പാർട്ടി നേതാക്കളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊരു വാർത്തകളെ പറ്റിയൊക്കെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഈ സമീപ മണിക്കൂറുകളിൽ പോലും സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ കോടിയേരി ബാലകൃഷ്ണൻ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് മുന്നിൽ തങ്ങൾ തോറ്റു എന്നല്ലേ അതിനർത്ഥം. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമൊഴിയുക എന്നത് ഉണ്ടാവുകയില്ല എന്നാണ് സമീപ ദിവസങ്ങളിൽ പോലും ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയൊരു ലോജിക്കിലേക്കല്ല പാർട്ടി നിന്നത് എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അതായത് ഈ പറയുന്ന ഇപ്പോൾ അരുൺ പറഞ്ഞു നിർത്തിയതുപോലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ധാർമ്മികമായിട്ട് ഈ കേസും കൂട്ടവും ഒക്കെ കഴിയുന്നത് വരെ ഇങ്ങനെയൊരു നിലപാടെടുത്തു എന്ന ധാർമ്മിക നിലപാട് നാട്ടുകാർക്ക് മുന്നിൽ എടുക്കുക എന്നതായിരിക്കുമോ പാർട്ടിയുടെ ലക്ഷ്യം? സനീഷ, ഒരു വാചകത്തിൽ പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണന്റെ ആരോഗ്യം എന്നതിനേക്കാൾ ഇപ്പോൾ പ്രധാനപ്പെട്ടത് പാർട്ടിയുടെ ആരോഗ്യമാണ് എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനത്തിന് പിന്നിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പാർട്ടിയുടെ ആരോഗ്യം എന്നത് അത് സംസ്ഥാന സെക്രട്ടറിയുടെ ആരോഗ്യത്തെക്കാൾ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതിച്ഛായ, അതുപോലെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, ഇതെല്ലാം ഘടകമാണ്. അത്തരമൊരു ഘടകം നിലനിൽക്കുന്ന സമയത്ത്, അത്തരമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ ഒരു ആരോപണം ഉയരുന്നു. അതിനേക്കാൾ ഉപരിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് ഓരോ മണ്ഡലത്തിലും 140 മണ്ഡലങ്ങളിൽ LDF-ന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ അവർക്ക് മികച്ച പ്രതിച്ഛായ ഉണ്ട് എങ്കിൽ പോലും ഈ നേതാവിനെതിരെ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ തന്നെ ആരോപണം ഉയരുമ്പോൾ അത് തീർച്ചയായും നമ്മൾ നേരത്തെ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്, പാലക്കാട് പ്ലീനത്തിലടക്കം പറഞ്ഞിട്ടുള്ളതാണ്, പാർട്ടി നേതാക്കൾ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾ പോലും കൃത്യമായ ഒരു മര്യാദകൾ പാലിക്കണം, സ്വഭാവ ശുദ്ധിയുള്ളവരായിരിക്കണം, അതുപോലെ അഴിമതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുത് എന്നല്ല. അതെല്ലാം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ കാര്യം വരുമ്പോൾ അതൊന്നും ബാധകമല്ല. അല്ലെങ്കിൽ മകന്റെ കാര്യത്തിൽ മകൻ പ്രായപൂർത്തിയായതാണ്, അതുകൊണ്ട് അക്കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ പരിഗണിക്കേണ്ടതില്ല എന്നെല്ലാം പറയുമ്പോൾ ഒരു സാധാരണ ജനത്തിന്, അതായത് അത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല പാർട്ടി അണികളുണ്ട്, അതല്ലാതെ എതിരാളികളുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്, ഇവർക്കൊന്നും ഒരുപക്ഷെ അത് ദഹിക്കണമെന്നില്ല. ഇനി വോട്ട് ചോദിച്ച് ഓരോ സ്ഥാനാർത്ഥികളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സാധാരണക്കാരുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി ആരോപണങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ടി വന്നേക്കാം. അതിൽ നിന്നെല്ലാം ഒരു പ്രതിസന്ധി. രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രമുഖരായ ചില നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് 2 പോംവഴിയായിരുന്നു പാർട്ടിക്ക് മുന്നിലുണ്ടായിരുന്നത്. ഒന്ന്, കോടിയേരി തന്നെ തുടരുക, അതായത് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്ന് സ്ഥാപിക്കുകയും അല്ലെങ്കിൽ ആ ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയമായി നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് കോടിയേരി തന്നെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരുക എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടാകാവുന്ന അവസ്ഥ എന്നത് പ്രതിച്ഛായയ്ക്ക് വലിയ തോതിൽ കോട്ടമുണ്ടാക്കാം, ജനങ്ങൾക്ക് വലിയ തോതിൽ ഈ പാർട്ടിയിൽ നകലുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരാം. രണ്ടാമത്തേത്, രാജിവെക്കുകയോ അല്ലെങ്കിൽ അവധിയിൽ പോവുകയോ ചെയ്യുക എന്നുള്ളത്. രാജിവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് കുറ്റം ചെയ്തു എന്ന് അംഗീകരിക്കുന്നതിന് തുല്യമാകും. അത്തരത്തിൽ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുമ്പോൾ തീർച്ചയായും അത് വലിയ തോതിൽ തിരിച്ചടിയാകും പാർട്ടിക്ക് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇതിനിടയിലുള്ള ഒരു പോംവഴി എന്ന നിലയിലാണ് അവധിയിൽ പോവുക. തൽക്കാലത്തേക്ക് അവധിയിൽ പോകുന്നു വിജയരാഘവനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര നേതൃത്വത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ വളരെയേറെ പരിചയമുള്ള നേതാവാണ്, ഇവിടെ ഇടതുമുന്നണി കൺവീനറാണ്, അദ്ദേഹത്തിന് തൽക്കാലത്തേക്ക് ചുമതല നൽകുന്നു. അതുകൊണ്ട് തന്നെ അവധിയിൽ പോയിരിക്കുന്നതേ ഉള്ളൂ. അത് കോടിയേരിയുടെ ആരോഗ്യം കണക്കിലെടുത്താണ് എന്ന് പറയുമ്പോൾ പോലും പാർട്ടിയുടെ CPM-ന്റെ കേരളത്തിലെ CPM-ന്റെ ആരോഗ്യമാണ് ഇപ്പോൾ ഈ തീരുമാനത്തിന് പിന്നിൽ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതാണ് പാർട്ടിക്കെതിരായിട്ടുള്ള തുടർ ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും പ്രതിരോധിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമാണ് ഈ നടപടിയിലൂടെ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. പാർട്ടി കോടിയേരി ബാലകൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. അവരുടെ വാക്ക് ഒന്നുകൂടെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ 2 വാചകങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ്: CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണന് തുടർ ചികിത്സ ആവശ്യമായതിനാൽ സെക്രട്ടറി ചുമതലയിൽ നിന്നും അവധി അനുവദിക്കണമെന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. സെക്രട്ടറിയുടെ ചുമതല വിജയരാഘവൻ നിർവഹിക്കുന്നതാണ് എന്ന മാറ്റർ ഓഫ് ഫാക്ട് 2 വാചകം മാത്രമാണ് ഈ
വാർത്താക്കുറിപ്പിൽ ഉള്ളത്. രാഷ്ട്രീയ കേരളം സ്വാഭാവികമായിട്ടും ഏറ്റവും ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമൊഴിയുമോ എന്ന സംശയം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. പാർട്ടിക്ക് പുറത്തുള്ള, അതായത് CPM-നകത്ത് അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നിരുന്നില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും മറ്റുമൊക്കെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല, അവിടെ നിന്ന് മാറി നിൽക്കേണ്ടുന്ന ധാർമ്മികതാ ബാധ്യതയുണ്ട് എന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ആവർത്തിച്ച് വാർത്താസമ്മേളനങ്ങളിലൂടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ പാർട്ടി ആ നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. CPM അദ്ദേഹത്തിന് തുടർ ചികിത്സ ആവശ്യമുള്ളതിനാൽ അതിനുവേണ്ടി അദ്ദേഹം അവധി അപേക്ഷ സമർപ്പിച്ചിരുന്നു നേരത്തെ. ആ അപേക്ഷ അനുവദിക്കുകയാണ് പാർട്ടി ചെയ്തിട്ടുള്ളത് എന്നാണ് പാർട്ടി മാധ്യമങ്ങളോട് അതുവഴി നാട്ടുകാരോട് പറയുന്നത്. പക്ഷേ ധാർമ്മികമായിട്ട് ഇപ്പോൾ ഒരുപാട് കേസുകൾ, ആരോപണങ്ങൾ ഈ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം മാറി നിൽക്കാൻ പറഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീ NK പ്രേമേന്ദ്രൻ MP നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ NK പ്രേമേന്ദ്രൻ, എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? രാഷ്ട്രീയമായിട്ട് ഏത് നിലയ്ക്ക് കാണേണ്ടതാണ് CPM-ന്റെ തീരുമാനം? അല്ല, രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഒഴിയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആ തീരുമാനം വിരൽ ചൂണ്ടുന്നത് സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ രാജിയിലേക്കാണ്. കാരണം സമാന സ്വഭാവത്തിലുള്ളതിനേക്കാൾ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടത്. കാരണം സംസ്ഥാന ഭരണ നിർവഹണത്തിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കള്ളക്കടത്ത് സംഘം ഉൾപ്പെടെയുള്ള അധോലോക സംഘങ്ങളുടെ പ്രവർത്തനം നടന്നു എന്ന ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ ആ രാഷ്ട്രീയ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ളതിലേക്കാണ് വിഷയങ്ങൾ പോകുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ബാധകമായിട്ടുള്ള രാഷ്ട്രീയ ധാർമ്മികത സ്വാഭാവികമായും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ബാധകമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി എന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ ദൃഢീകരിക്കുന്നതാണ്, സാധൂകരിക്കുന്നതാണ് കോടിയേരി ബാലകൃഷ്ണൻ അവധിയിൽ പ്രവേശിച്ച് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഒഴിയാനുള്ള തീരുമാനം എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. ഇവിടെ ശ്രീ പ്രേമേന്ദ്രൻ, ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, അതായത് ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ്, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ധാർമ്മികമായിട്ടൊരു നിലപാട് സ്വീകരിച്ചു എന്ന് പറയാനുള്ള ഒരു അവസരം CPM-ന് മുന്നിൽ വരികയല്ലേ കോടിയേരി ബാലകൃഷ്ണൻ ഒഴിയുന്നതിലൂടെ ഉണ്ടായത്? അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ മുഖ്യമന്ത്രി കൂടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒഴിയണം എന്നതിന് ഒരു ഉദാഹരണമായിട്ട്, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞതുകൊണ്ട് മുഖ്യമന്ത്രിയും ഒഴിയണം എന്ന തുടർ ആവശ്യം ഉയർന്നു വരാനുള്ള സാഹചര്യമാണോ ഉണ്ടാവുക? അല്ല, പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? പ്രതിപക്ഷം ഉന്നയിച്ചത് സംസ്ഥാനത്തിന്റെ അതാണല്ലോ പൊതുസമൂഹത്തോട് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. പാർട്ടി ഉത്തരവാദിത്വത്തെക്കാൾ ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുന്നയാളാണ് മുഖ്യമന്ത്രി. ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുന്ന, സംസ്ഥാനത്തിന്റെ പൊതുതാൽപര്യം സംരക്ഷിക്കേണ്ടുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ പ്രഭവ കേന്ദ്രമായി മാറിയെന്നും അധോലോക സാമൂഹ്യ വിരുദ്ധ കള്ളക്കടത്ത് ശക്തികളുടെ നിയന്ത്രണത്തിലായി എന്ന് വ്യക്തമായിട്ടുള്ള വ്യാഖ്യാനം കോടതി മുമ്പാകെ കേന്ദ്രാന്വേഷണ ഏജൻസി സത്യവാങ്മൂലത്തിലൂടെ പറയുമ്പോൾ ആ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി അവധിയിൽ പോകണ്ടേ? മുഖ്യമന്ത്രി രാജിവെക്കണ്ടേ? അവിടെയാണ് ഞാൻ ഇത് CPM എന്ന് പറയുന്ന പാർട്ടി നയിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ, CPM തീരുമാനിച്ച മുഖ്യമന്ത്രിയല്ലേ കേരളം ഭരിക്കുന്നത്? ആ CPM-ന്റെ തീരുമാനം പാർട്ടി സെക്രട്ടറിക്ക് ബാധകമാണെങ്കിൽ സംസ്ഥാനത്തെ ആകെ ജനങ്ങളെ ബാധിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമില്ലാതെ എങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തെ ദൃഢീകരിക്കുന്നതാണ്, സാധൂകരിക്കുന്നതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ രാജി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹം രാജിവെച്ചത് ധാർമ്മികതയുടെ പേരിലാണ്. ആ രാഷ്ട്രീയ ധാർമ്മികത കോടിയേരിക്ക് മാത്രമല്ല പിണറായി വിജയനും ബാധകമാണ്. അവിടെ ശ്രീ NK പ്രേമേന്ദ്രൻ, CPM-ന്റെ നേതാക്കളെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അവരുടെ പ്രതികരണം താങ്കൾ ഉന്നയിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ മകൻ, പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ തന്നെയും പ്രധാനപ്പെട്ട പല കേസുകളിലും ചെന്ന് പെട്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ കേസുകൾ നേരിടുന്ന കുടുംബാംഗമുള്ള അധ്യക്ഷൻ, പാർട്ടിയുടെ അധ്യക്ഷനായിരിക്കുന്നത്, സെക്രട്ടറി ആയിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊരു തോന്നലായിക്കൂടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒഴിഞ്ഞതിൽ എത്തിച്ചിട്ടുണ്ടാവുക? അതിപ്പോൾ മുഖ്യമന്ത്രിക്ക് ആ കാര്യം ബാധകമല്ലല്ലോ എന്ന കാര്യം പരിഗണിക്കേണ്ടി വരില്ലേ? എങ്ങനെയാണ് സത്യത്തിൽ അതിനേക്കാൾ കോടിയേരിയുടെ കേസിനേക്കാൾ ഗൗരവതരമായ കേസല്ലേ മുഖ്യമന്ത്രിയുടെ കേസ്? മുഖ്യമന്ത്രിക്ക് ഭരണപരമായ ഉത്തരവാദിത്വം, ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം. CPM സംസ്ഥാന സെക്രട്ടറി നിർവഹിക്കുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വമല്ല, പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അദ്ദേഹത്തിന്റെ മകൻ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്നതിന്റെ പേരിൽ മാത്രമാണ് CPM-ന്റെ തന്നെ പൊതു നിലപാടുണ്ട്. മകൻ ചെയ്യുന്നതിന് അച്ഛന് ഉത്തരവാദിയല്ല എന്ന നിലപാടും നിലനിൽക്കുന്നു.
അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഗൗരവതരമാണ് സത്യത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലുള്ളത്. കാരണം മുഖ്യമന്ത്രി ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി വ്യക്തിഗതമായി തെരഞ്ഞെടുത്ത് നിയോഗിക്കപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ, പ്രൈവറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു അധോലോക കള്ളക്കടത്ത് സംഘം പ്രവർത്തിച്ചിരുന്നു എന്ന് കേന്ദ്രാന്വേഷണ ഏജൻസി സത്യവാങ്മൂലത്തിലൂടെ പറയുമ്പോൾ അതിന്റെ ആർജവവും ഗൗരവവും കേസ് നേരിടില്ല. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ കേസ് നേരിടുന്നില്ല, പിണറായി വിജയനും കേസ് നേരിടുന്നില്ല. കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കുന്നത് അല്ലെങ്കിൽ അവധിയെടുക്കുന്നത് എന്തുകൊണ്ടാണ്? കോടിയേരി അവധിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം തന്റെ മകൻ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. അതിനേക്കാൾ ഗൗരവം പ്രേമേന്ദ്രൻ, ഇവിടെ പാർട്ടി പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പാർട്ടി പരസ്യമായി പറയുന്നത് അദ്ദേഹത്തിന് ചികിത്സാർത്ഥമാണ് അവധിയെന്നാണ്. അദ്ദേഹം അത് ആവശ്യപ്പെട്ടു. ചികിത്സാർത്ഥം അദ്ദേഹത്തിന് അവധി അനുവദിച്ചു. താൽക്കാലികമായിട്ടെന്ന വാചകം പറയുന്നില്ലെങ്കിൽ ചുമതല വിജയരാഘവൻ നിർവഹിക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതൊരു ധാർമ്മികമായിട്ട് എന്തെങ്കിലും കേസിന്റെ ഭാരം ഏറ്റെടുത്തിട്ടല്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ പരിഗണിച്ച് അത് സമ്മതിച്ചുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ തുടർ ചികിത്സാർത്ഥമാണ് അവധി കൊടുത്തത് എന്ന് പറയാവുന്നതല്ലേ ഉള്ളൂ പാർട്ടിക്ക്. അത് സാങ്കേതികമായിട്ടുള്ള ന്യായവാദം പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ആർക്കാണത് മനസ്സിലാകാത്തത്? കാരണം ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കേസ് വന്നതിന് പിന്നാലെ, ബിനീഷിന് ജാമ്യം നിഷേധിച്ചതിന് തൊട്ട് പിന്നാലെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. വേണമെങ്കിൽ അതിന് രാജി എന്ന് പറയാൻ കഴിയില്ല, സാങ്കേതികമായ അവധിയാണെന്ന് പറയാമെങ്കിൽ പോലും നിജസ്ഥിതി ജനങ്ങൾക്ക് നല്ലതുപോലെ ബോധ്യപ്പെടുന്നതല്ലേ. ശരി, വളരെ നന്ദി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സതീഷ് ഒപ്പം അരുൺ ഇതാണ്, അതായത് ഈ പാർട്ടി ഔദ്യോഗികമായിട്ട് പുറത്ത് പറയുന്നത് ചികിത്സാർത്ഥം അദ്ദേഹത്തിന് അവധി അനുവദിച്ചു എന്നാണെങ്കിലും സ്വാഭാവികമായിട്ടും ഇപ്പോൾ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ പറയുന്നത് പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ട കേസ് വലിയ തോതിൽ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് കാരണമാകുന്നു. അദ്ദേഹത്തിന് സ്ഥാനത്ത് തുടരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് പാർട്ടി അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നുവെന്ന്. അരുൺ, ഏത് വിധത്തിലായിരിക്കും പാർട്ടി ഈ കാര്യങ്ങളെ ഇനി അങ്ങോട്ട് വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത്? പുതിയ ചുമതല ഏറ്റെടുത്ത വിജയരാഘവൻ മാധ്യമങ്ങളെ എപ്പോഴാണ് കാണുക? സനീഷ്, CPM-ന് ഒട്ടും എളുപ്പമുള്ള തീരുമാനമല്ല ഇന്ന് കൈക്കൊണ്ടത്. അത് രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, കോടിയേരി എന്ന 50 വർഷം പിന്നിടുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ CPM അംഗമായി. അങ്ങനെ ഒരു നേതാവിനോട് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് കോടിയേരിയെ മാറ്റി നിർത്തണമെന്നൊരു തീരുമാനം CPM എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്. മറ്റൊന്ന്, സംസ്ഥാനം പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വിജ്ഞാപനവും ഇറങ്ങിയ ശേഷം സംസ്ഥാന സെക്രട്ടറി മാറേണ്ടി വരുന്നത് ഒട്ടും സുഖകരവും സംഘടനാപരമായി എളുപ്പമുള്ള കാര്യവുമല്ല CPM-ന്. പക്ഷേ അതിന് CPM നിർബന്ധമായി തീർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പാർട്ടിയെ നയിക്കേണ്ട അമരക്കാരൻ തന്നെ മാറി നിൽക്കുന്നു. പാർട്ടിയെ മുന്നണിയെ നയിക്കേണ്ട പ്രധാനപ്പെട്ട നേതാവ് ആ സ്ഥാനത്ത് മാറുന്നു, മറ്റൊരാൾ വരുന്നു. സ്വാഭാവികമായും CPM-ന് പറഞ്ഞു നിൽക്കാം. CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് മറ്റൊരാൾ വരുന്നത് കൊണ്ട് അത്തരത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലോ സംഘടനാപര പ്രവർത്തനങ്ങളിലോ ഉണ്ടാകില്ല. കാരണം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഇടതുമുണ്ട കൺവീനറാണ് പുതിയ ആൾ വരുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തി മാറിയാലും പാർട്ടി മുന്നോട്ട് പോകുമെന്ന് CPM-ന് പറഞ്ഞു നിൽക്കാനാകും. പക്ഷേ സ്വാഭാവികമായും അണികളിൽ കൂടി വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ CPM-ന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. CPM-ന് മുന്നിൽ മറ്റു വഴികളില്ല എന്നതും വളരെ പ്രസക്തമാണ്. കോടിയേരി ബാലകൃഷ്ണൻ മാറി നിന്നാൽ ബിനീഷ് കോടിയേരിയെ ചൊല്ലിയുള്ള ആരോപണങ്ങൾ പാർട്ടിയിലേക്ക് നേരിട്ട് എത്തില്ല എന്നൊരു വിശ്വാസമാണ്, അല്ലെങ്കിൽ അങ്ങനൊരു ആശ്വാസമാണ് CPM-നുള്ളത്. അത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു. തൽക്കാലത്തേക്കെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ മാറി നിൽക്കുന്നു. അതുവഴി പാർട്ടിക്ക് ഉണ്ടാകാവുന്ന എതിർപ്പുകളുടെ, ആക്രമണങ്ങളുടെ ആഘാതം കുറയ്ക്കാവുന്ന പ്രതീക്ഷയാണ് CPM-നുള്ളത്. ഏതായാലും ഇനിയുള്ള 6 മാസത്തേക്ക് അല്ലെങ്കിൽ വരുന്ന പാർട്ടി സംഘടനാ പുതിയ സമ്മേളനം വരെയെങ്കിലും വിജയരാഘവൻ സ്ഥാനം തുടരാൻ തന്നെയാണ് സാധ്യത. അദ്ദേഹം ഇടതുമുന്നണി കൺവീനറുടെ ചുമതലയും വഹിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുക. അതിൽ മാറ്റമുണ്ടാകാനിടയില്ല. ഏതായാലും വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ് CPM ഉള്ളത്. ആ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാനുള്ള, വിവാദങ്ങളിൽ നിന്ന് കരകയറാനുള്ള ഏറ്റവും നല്ല മാർഗമായി CPM നേതൃത്വം കോടിയേരിയുടെ തൽക്കാലത്തേക്കെങ്കിലും. ഞാൻ തിരിച്ചു വരാം അരുൺ, താങ്കളിലേക്ക് കൂടുതൽ പ്രതികരണങ്ങളാണ് നമുക്ക് ആവശ്യം. ഇനി CPM-ന്റെ സംസ്ഥാന നേതാക്കളെ ഞങ്ങൾ ടെലിഫോണിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. 1970 തൊട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാണ്. 73 മുതൽ 79 വരെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി SFIയുടേത്. 1980 തൊട്ട് 1982 വരെ DYFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിട്ടുണ്ട്. തലശ്ശേരിയിൽ ലോറി ഡ്രൈവേഴ്സ് ആൻഡ് ക്ലീനേഴ്സ് യൂണിയൻ സെക്രട്ടറി തുടങ്ങി ഏറ്റവും താഴെത്തട്ടിലുള്ള പദവികളടക്കം വഹിച്ചാണ് അദ്ദേഹം
ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം മാറി നിൽക്കുകയാണ്. വിജയരാഘവന് ചുമതല നൽകിയിരിക്കുന്നു. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മോടൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? ഏത് നിലക്കാണ് രാഷ്ട്രീയമായിട്ട് നമ്മളിതിനെ വിലയിരുത്തേണ്ടത്? അല്ല, അദ്ദേഹം പ്രതികരിക്കുന്ന പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയും സദാചാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ശരിയായ തീരുമാനം തന്നെയാണ്. അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നത് പാർട്ടിക്കും പാർട്ടി ഉൾപ്പെട്ട മുന്നണിക്കും അതുപോലെ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരിനും ഒട്ടും തന്നെ സുഖകരമായ ഒരു അന്തരീക്ഷത്തിലല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം സ്ഥാനം ഒഴിയേണ്ടത് അനിവാര്യമായിരുന്നു. അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ സ്ഥാനം ഒഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണകരമാകുമായിരുന്നു എന്നാണ് എന്റെ വിചാരം. ഏതായാലും അല്പം വൈകിയെങ്കിലും ഈ സ്ഥാനം ഒഴിഞ്ഞത് തീർച്ചയായിട്ടും അഭിനന്ദനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇതുകൊണ്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾ ആ നിലക്കുള്ളത് അവസാനിക്കണമെന്നായിരിക്കുമല്ലോ. അദ്ദേഹത്തിന് ചികിത്സാർത്ഥം അദ്ദേഹം അവധി ചോദിച്ചു, അവധി അനുവദിച്ചിരിക്കുന്നു എന്നാണ് പാർട്ടി ഔദ്യോഗികമായിട്ട് പറയുന്നതെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള അന്തരീക്ഷത്തിലുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറാനിടയായതെന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ആരോപണങ്ങൾ അവസാനിക്കുക രാഷ്ട്രീയ പ്രതിയോഗികളുടേത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ധാർമ്മികമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു എന്ന് അവകാശപ്പെടാൻ സാധിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ ഗുണപരമായിട്ട് പാർട്ടിക്ക് ഈ നടപടി വഴി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ വിഷയങ്ങളാണ് പ്രധാനമായിട്ട് ചർച്ചയാക്കി വരിക. എങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു മാനം അതിന് തീർച്ചയായിട്ടും ഉണ്ട്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരാളെ മുൻനിർത്തിക്കൊണ്ട്, അദ്ദേഹം മോശക്കാരനെന്നല്ല പറഞ്ഞു, ഇതുപോലൊരു ആരോപണം നേരിടുന്ന ഒരാളെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടിക്ക് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും? പോട്ടെ, ഘടകകക്ഷികളോട് എങ്ങനെ കൃത്യമായിട്ട് ഇടപെടാനും പെരുമാറാനും കഴിയും? സ്വാഭാവികം. അജയ് ഘോഷ് ഇടപെടുകയാണ്. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ തൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി തുടർച്ചയായ ചികിത്സ വേണം എന്ന കാര്യം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് എനിക്ക് ചികിത്സക്ക് ലീവ് ആവശ്യമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് അംഗീകരിക്കുകയും അദ്ദേഹത്തിന് തുടർ ചികിത്സക്ക് അനുവാദം നൽകുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിലുള്ള ചുമതല നിർവഹിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സഖാവ് എ വിജയരാഘവനെ ആ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വാർത്താമാധ്യമങ്ങൾക്കെല്ലാം ഈ കാര്യം സംബന്ധിച്ചുള്ള കുറിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. എത്ര കാലത്തേക്കാണെന്നൊരു അല്ല, അത് ചികിത്സയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ, ചികിത്സ തുടരുന്നതിനാണ്. അല്ല, മകനെതിരായിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ള നേരത്തെ കാര്യങ്ങൾ പറഞ്ഞതാണല്ലോ. മകനെ സംബന്ധിച്ചുള്ള കാര്യം സംബന്ധിച്ച് മുമ്പ് തന്നെ പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ 2 തവണ അമേരിക്കയിൽ ചികിത്സയ്ക്ക് കോടിയേരി സഖാവ് പോയപ്പോഴും പുതിയ സെക്രട്ടറിയോ പകരം ചുമതലയോ നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് താരതമ്യേന അസുഖം ഭേദമായി ഇവിടുത്തെ ചികിത്സ കൊണ്ട് നിൽക്കും എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുണ്ടായ കാര്യം അല്ല, കുറച്ചുകൂടി ചികിത്സ വേണമെന്നാണ് കണ്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ ഓരോ ഘട്ടം ചികിത്സ നടക്കുമ്പോഴും ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് പ്രവർത്തിച്ച് പോകാമെന്നാണല്ലോ ധരിക്കുക. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ചികിത്സ വേണം എന്നുള്ള ധാരണയാണ് ഉള്ളത്. 2 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തന്നെയുണ്ട്. എ വിജയരാഘവന് ഇരട്ട ചുമതലയാണ്. അദ്ദേഹത്തിന് LDF കൺവീനർ സ്ഥാനം കൂടിയുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ ചുമതലക്കാരനും അദ്ദേഹമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് പകരം ചുമതല എത്തിയത് ഏത് സാഹചര്യത്തിലാണ്? സംഘടനാപരമായ അതിൻ്റെ വിശദീകരണം എന്താണ്? അല്ല, പാർട്ടി PB മെമ്പർമാരെന്ന നിലയിൽ അവരിവിടെ സെൻട്രൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം ഇനിയും പ്രവർത്തിക്കും. പക്ഷേ കഴിഞ്ഞ ആഴ്ചയും പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത് കോടിയേരിയെ മാറ്റേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളതാണ്. ഈ ഒരാഴ്ചയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? അല്ല, ഒരാഴ്ചക്ക് മുമ്പ് പറയുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ചികിത്സയുടെ കാര്യം അത്രത്തോളം മനസ്സിലാക്കിയിട്ടല്ലോ. ഇപ്പോഴാണ് കുറച്ചും കൂടി ചികിത്സ വേണം എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ ആ പരിസ്ഥിതിയിൽ സഖാവിന്
ലീവ് അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കണ്ടത്. ചികിത്സയുടെ പേരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചാരണം ഉണ്ടാകുമല്ലോ. ഇതിന്റെ പേരിലാണ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ മാറിയത് എന്നുള്ളത് പ്രതിപക്ഷം. അല്ല, പ്രചരണം ഇപ്പോൾ മാത്രം വരുന്നല്ലോ, എത്രയോ കാലമായിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പ്രചരണത്തെയും പാർട്ടി ഇതേവരെ നേരിട്ടില്ലേ. അതേപോലെ ഈ കാര്യത്തിൽ വരുന്ന പ്രചരണത്തെയും പാർട്ടി കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലാണ് നോമിനേഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇങ്ങനെ സെക്രട്ടറി മാറുന്നത് എത്രത്തോളം പാർട്ടിയെ ബാധിക്കും? അല്ല, പാർട്ടിയായിട്ടൊന്നും ബാധിക്കില്ല. കാരണം എന്താ പറഞ്ഞാൽ പാർട്ടി കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. പാർട്ടി സെൻറ്റർ, പാർട്ടി സെക്രട്ടറി ചുമതല എങ്ങനെ അനുസരിച്ച് പോവുകയാണ്. അതുകൊണ്ട് ഇതൊന്നും പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല. പാർട്ടി ചുമതല ആർക്കും നൽകുകയല്ലായിരുന്നു, സെക്രട്ടേറിയറ്റ് കൂട്ടുത്തരവാദിത്തം മുതൽ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിനേക്കാൾ അസാധാരണമായ ഒരു സാഹചര്യമാണ് ഒരാൾക്ക് ചുമതല. ഞാൻ പറഞ്ഞല്ലോ, കാര്യം പറഞ്ഞല്ലോ. അതായത് ഇനിയും തുടർച്ചയായി ചികിത്സ വേണം. ആ ചികിത്സ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടുന്ന ബാധ്യത, ചുമതല ഉള്ള സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് ഒരാളെ ചുമതലപ്പെടുത്തി പോകുന്നതാണ് നല്ലത് എന്നുള്ളത് തന്നെയാണ് പാർട്ടി കണ്ടിട്ടുള്ളത്. അതാണ് കാര്യം. സംശയമാണ് മാസ്റ്റർ, ഈ കോടിയേരി ബാലകൃഷ്ണൻ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത പോളിറ്റ് ബ്യൂറോ യോഗത്തിലെല്ലാം തന്നെ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിംഗ് നടത്തുക ആരായിരിക്കും? എ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗമല്ല. ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതിലല്ല, പാർട്ടി സംഘടനകത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് PBയിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും ഒക്കെ, സംസ്ഥാന CC യോഗങ്ങളിലുമൊക്കെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും സഖാക്കൾ ആ റിപ്പോർട്ട്, പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. അത് ഇന്നോട് പറഞ്ഞൊന്നുമില്ല. PBയുടെ അംഗീകാരത്തോടു കൂടിയല്ലേ ഈ മാറ്റം? അല്ല, PB സ്വാഭാവികമായിട്ടും ഇതിനെ അംഗീകരിക്കുന്നത് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. PB മെമ്പർമാരൊക്കെ പങ്കെടുത്തുകൊണ്ടാണല്ലോ ഇവിടെ ഈ പരിപാടി ആലോചിച്ചത്. സമ്മേളന കാലയളവ് വരെ ഈ സംവിധാനം തുടരുകയാണ്. പറയാൻ അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. അതൊക്കെ ലീവ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഒന്ന് മൈക്ക് മാറ്റാം. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. ചികിത്സാർത്ഥമാണ് ഇപ്പോൾ ഒഴിയുന്നത്. അത് പാർട്ടിയോട് ആവശ്യപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തിന് പാർട്ടി അനുമതി നൽകുകയുമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുതന്നെയാണ്. എത്ര കാലത്തേക്കാണ് അവധി എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമില്ല. അവധി ആവശ്യം സംസ്ഥാന കമ്മിറ്റി ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയായിരുന്നു. എ വിജയരാഘവനാണ് ഇപ്പോൾ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്. MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ട് ആ വിഷയം വിശദീകരിക്കുകയായിരുന്നു. ചികിത്സയ്ക്ക് അവധി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആ വിഷയം അത്തരത്തിൽ അംഗീകരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ട നിരവധിയായ വിവാദങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മാറ്റം എന്നതും വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ, കഴിഞ്ഞ ആഴ്ച സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ തൽക്കാലം കോടിയേരി മാറി നിൽക്കേണ്ട സാഹചര്യമില്ല എന്നായിരുന്നു വ്യക്തമാക്കിയത്. പക്ഷേ അതിനുശേഷം, ഒരാഴ്ചയ്ക്ക് ശേഷം ചേർന്ന സെക്രട്ടേറിയറ്റ് ഈ വിഷയം അംഗീകരിക്കുകയും തുടർന്ന് കോടിയേരിക്ക് അവധി അനുവദിക്കുകയുമായിരുന്നു. VV അരുൺ തുടരുന്നു. അരുൺ, ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചികിത്സാർത്ഥം അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം അവധി അദ്ദേഹത്തിന് അനുവദിക്കുകയായിരുന്നു. അങ്ങനെയാണ് MV ഗോവിന്ദൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ എന്തുകൊണ്ട് ഇതുപോലെ കോടിയേരി ചികിത്സയ്ക്ക് പോയപ്പോൾ 2 തവണ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരുന്നു, ആ ഘട്ടത്തിലൊന്നും അദ്ദേഹത്തിന് പകരം ആളെ നിയമിച്ചില്ല. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് വലിയ ഉത്തരവാദിത്തങ്ങൾ, സംസ്ഥാനത്ത് 2 തെരഞ്ഞെടുപ്പുകൾ വരുന്നു, അത്തരം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. ആ സമയത്ത് പൂർണ്ണമായ ഒരു ആരോഗ്യമുള്ള ഒരു ആൾ വേണമെന്ന തോന്നൽ പാർട്ടിക്കുണ്ട്. അതിൻ്റെ പേരിൽ കോടിയേരിക്ക് അദ്ദേഹം ആവശ്യപ്പെട്ട അവധി അനുവദിക്കുകയായിരുന്നു. നേരത്തെ കോടിയേരി വിദേശ ചികിത്സയ്ക്ക് പോകുമ്പോൾ തുടരുക. കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി